ആധുനിക ദാമ്പത്യ ബന്ധങ്ങളിൽ കിടപ്പറ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ചില തെറ്റായ ധാരണകളും പെരുമാറ്റ രീതികളും ഈ സുഗമമായ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഇടയാക്കുന്നു. പരസ്പര ബഹുമാനവും തുറന്ന ആശയവിനിമയവും ഇല്ലാത്തപ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ഈ കാര്യം മനസ്സിലാക്കി പുതിയ തലമുറയുടെ കിടപ്പറയിൽ സാധാരണയായി കാണപ്പെടുന്ന പൊതു തെറ്റുകളും ദാമ്പത്യ ബന്ധത്തിൽ പാലിക്കേണ്ട മൗലികമായ മര്യാദകളും ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു. പുതിയ തലമുറയുടെ കിടപ്പറയിലെ തെറ്റുകൾ, ലൈംഗികതയെക്കുറിച്ചുള്ള ആവാസ്ത ധാരണകൾ ആധുനിക യുവാക്കളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സിനിമകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന അതിശോക്തിപൂർണമായ ചിത്രീകരണങ്ങൾ പങ്കാളികളുടെ മനസ്സിൽ അയാഥാർത്ഥ്യ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ താല്പര്യങ്ങൾ വ്യത്യസ്തമാകാം എന്ന മൗലിക സത്യം മറന്നുപോകുന്നത് ബന്ധത്തിൽ നിരാശയ്ക്ക് വഴിവെക്കുന്നു. തുറന്ന ആശയവിനിമയത്തിന്റെ അഭാവം മറ്റൊരു പ്രധാന പ്രശ്നമാണ്. പലരും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളോ ലൈംഗിക ആവശ്യങ്ങളോ പങ്കാളിയുമായി പരസ്പരം സംസാരിക്കാൻ മടിക്കുന്നു. ഈ അടച്ചുപൂട്ടൽ മനോഭാവം തെറ്റായ ധാരണകൾക്കും വൈകാരിക അകൽച്ചയ്ക്കും കാരണമാകുന്നു. ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് ലജ്ജാകരമാണെന്ന തെറ്റായ ധാരണ ഈ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ പ്രതിഫലനം കിടപ്പറയിലെ ബന്ധത്തെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. ലൈംഗികതയെ വ്യക്തിഗത തൃപ്തിയോടെ ഉപാധിയായി മാത്രം കാണുന്നവർ പങ്കാളിയുടെ താല്പര്യങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതിരിക്കുന്നു. ഈ അസമതുലിതമായ സമീപനം ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രണയത്തിന്റെയും വൈകാരിക അടുപ്പത്തിന്റെയും കുറവ് ആധുനിക ദാമ്പത്യ ബന്ധങ്ങളിലെ ഒരു പ്രധാന ദൗർബല്യമാണ്. ലൈംഗികതയെ ഒരു യാന്ത്രിക പ്രവൃത്തിയായി മാത്രം കാണുന്നത് ബന്ധത്തിന്റെ ആഴത്തെ നശിപ്പിക്കുന്നു. ദിവസവും സ്നേഹത്തോടെയുള്ള തലോടലുകൾ, ആലിംഗനങ്ങൾ, ചുംബനങ്ങൾ തുടങ്ങിയ ചെറിയ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നത് ബന്ധത്തെ തണുപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം ദാമ്പത്യ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു. കിടപ്പറയിൽ പോലും മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും മുഴുകിയിരിക്കുന്ന ആധുനിക ദമ്പതികൾ പരസ്പരം യഥാർത്ഥത്തിൽ സംവദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. ഉറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത് ദാമ്പത്യ അടുപ്പത്തിന് ഗുരുതരമായ ഭംഗം വരുത്തുന്നു. ദാമ്പത്യ ബന്ധത്തിൽ പാലിക്കേണ്ട മൗലിക മര്യാദകൾ. തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറയാണ്. പങ്കാളികൾ തമ്മിൽ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും ലൈംഗിക ആവശ്യങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയണം. ലൈംഗികതയെക്കുറിച്ചുള്ള ചർച്ചകൾ ലജ്ജാകരമായി കാണുന്ന മനോഭാവം ത്യജിക്കണം. പരസ്പരം മനസ്സിലാക്കാനും ആവശ്യങ്ങൾ അറിയാനും ഈ തുറന്ന സംവാദം സഹായിക്കും. പരസ്പര ബഹുമാനം ദാമ്പത്യ ബന്ധത്തിന്റെ ജീവനാണ്. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കും വ്യക്തിത്വത്തിനും പൂർണ്ണമായ ബഹുമാനം നൽകണം. ലൈംഗിക ബന്ധത്തിനിടയിൽ പോലും പങ്കാളിയുടെ സുഖവും സമ്മതവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും വൈകാരിക അടുപ്പവും നിലനിർത്താൻ ശ്രദ്ധിക്കണം. ലൈംഗികതയ്ക്ക് പുറമെ ദിവസവും സ്നേഹത്തോടെയുള്ള തലോടലുകൾ, ആലിംഗനങ്ങൾ, ചുംബനങ്ങൾ തുടങ്ങിയ ചെറിയ പ്രകടനങ്ങൾ ബന്ധത്തെ ശക്തിപ്പെടുത്തും. ഒരുമിച്ച് ചിലവഴിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് ഈ വൈകാരിക ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. ലൈംഗിക ബന്ധത്തിൽ പരസ്പര തൃപ്തി ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം. ഒരു പങ്കാളിയുടെ മാത്രം തൃപ്തിക്കായി മറ്റേയാൾ തന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ബന്ധത്തിന്റെ അസന്തുഷ്ടി സൃഷ്ടിക്കും. ഇരുവരുടെയും ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സന്തുലിതമായ സമീപനം ആവശ്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമയും സഹാനുഭൂതിയും അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിന്റെ തിരക്കുകളും സമ്മർദ്ദങ്ങളും ലൈംഗിക ജീവിതത്തെ ബാധിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും ക്ഷമിക്കുവാനും കഴിയണം. ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ സഹാനുഭൂതിയോടെ നേരിടാനുള്ള മനോഭാവം വളർത്തിയെടുക്കണം. ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. കിടപ്പറയിലെ കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നത് ഈ വിശ്വാസം ശക്തിപ്പെടുത്തും. മറ്റുള്ളവരുമായി സംവേദനശീലമായ വിഷയങ്ങൾ പങ്കുവെക്കുന്നത് ബന്ധത്തിന്റെ ഗുരുതരമായ ദോഷം വരുത്താം. ലൈംഗിക ജീവിതത്തിൽ പുതുമയും താല്പര്യവും നിലനിർത്താൻ ശ്രമിക്കണം. ഒരേ രീതിയിലുള്ള റുട്ടീൻ ബന്ധത്തെ മടുപ്പിക്കാം. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പ് ഈ ബന്ധത്തെ രസകരമാക്കും. ഇതിനായി പുസ്തകങ്ങളോ മറ്റ് വിശ്വസനീയമായ വിഭവങ്ങളോ ഉപയോഗിക്കാം. ഒടുവിൽ ദാമ്പത്യ ബന്ധം ഒരു പൂന്തോട്ടം പോലെയാണ്. ദിവസവും സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിപാലിച്ചാൽ മാത്രമേ അത് പൂവിടുകയുള്ളൂ. പുതിയ തലമുറ ഈ മൗലിക മര്യാദകൾ പാലിക്കുകയും തെറ്റായ ധാരണകൾ തിരുത്തുകയും ചെയ്താൽ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപൂർണ്ണവും പൂർണ്ണതയുമുള്ളതുമായിരിക്കും.